അനീഷിനെ കുറിച്ച് ആദില നൂറിയുടെ വാക്കുകളൊന്ന് കേട്ട് നോക്കുന്നേ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് എപ്പോഴും പോലെ ബിഗ് ബോസ് രാവിലെ സോങ് വെച്ച് എല്ലാവരും എണീറ്റു. അനീഷ് സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം പറഞ്ഞ് വന്നു. എല്ലാവരും നല്ല ഡാൻസൊക്കെ കളിച്ച് സുപ്രഭാതമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ആദില നൂറയും കൂടി അവിടെ ഇരുന്നു. 6 days to go എന്നുള്ള അവിടെ ഇരുന്ന് പിന്നെ ഇങ്ങനെ സംസാരിക്കായിരുന്നു ഓരോ കാര്യങ്ങൾ അനീഷിൻ്റെ കാര്യവും അനുമോളുടെ കാര്യവും പിന്നെ ഇവർ ഇങ്ങോട്ട് വന്ന കാര്യങ്ങളും ഇവരെ വരുന്ന സമയത്ത് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സാണേലും ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അകത്തോട്ട് പോയാൽ എന്തായാലും പിരിയുമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് നമ്മളോട് എത്ര പേര് പറഞ്ഞു നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോകരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിരിയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ദിവസം എത്തുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിൽ ബേബി പോയാലും അതിന് ഫീൽ ചെയ്യരുത്, മനസ്സിനെ ക്ലിയർ ആക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ട് ബിഗ് ബോസിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ട് മീൻസ് ഇഷ്യൂസ് അല്ല, അനിമോള് നൂറ ആദിലയും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അനീഷിനിട്ട് കുറ്റം പറയുന്നത് പോലെയും അനീഷിനെ കൊതുകിനും ഉണ്ടാകില്ലേ ക്രിമിടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കുന്ന പോലെയൊക്കെ സംസാരിക്കുകയായിരുന്നു ഇവർ. കഴിഞ്ഞ് നെവിനോടും സംസാരിച്ചു. നെവിൻ അതങ്ങനെ ഷാനവാസും അനീഷും തമ്മിൽ കിടന്ന് സംസാരിക്കുകയാണ്. അവിടെ അപ്പുറത്ത് ഗാർഡൻ ഏരിയയിലാണെന്ന് തോന്നുന്നു, നല്ല പച്ചപ്പുള്ള പുല്ല് കിടന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ അവരുടെ മീൻ പിടിക്കുന്ന കാര്യങ്ങളും അനീഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അനുമോളുടെ വിഷയമല്ല. പക്ഷേ അനുമോളും അതിൽ നൂറും കൂടി എന്താ സംസാരിക്കുന്നത്, അനീഷിൻ്റെ വിഷയം മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റങ്ങളും കുറവുകളും പിന്നെ അനീഷിനൊരു ഹോപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള അനുമോളുടെ സംസാരങ്ങൾ. അപ്പോൾ അനുമോൾക്ക് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ വിഷയമൊന്നുമല്ല, എടുത്തിട്ട് അടിച്ച പോലെ പറ്റില്ലെന്ന് പറയാൻ സാധിക്കും. പക്ഷേ അത് അനുമോൾക്ക് നെഗറ്റീവ് വരുമോ എന്നുള്ള ഭയം മാത്രം. അതിലൊരു ഗെയിമാണ് കാണുന്നത്. അത് ആദിലയും നൂറയും ഇന്ന് രാവിലെ പ്രത്യേകം പറയുന്നുണ്ട്. അനുമോൾ ഒരു ഹോപ്പ് കൊടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അതായത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അനുമോൾക്ക് വരുമോ, അനീഷിൻ്റെ PR-ൻ്റെ നിന്നും അനീഷിൻ്റെ ഫാൻസിൻ്റെ നിന്നും വരുമോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനീഷ് അത് പറഞ്ഞു, കാര്യമായി സീരിയസ് ആയിട്ട് പറഞ്ഞു. ഒറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. അതോടെ അനീഷ് ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടനോട് അനീഷ് എന്താ പറഞ്ഞത്, എനിക്ക് മനസ്സിലൊന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞു ലാലേട്ട എന്ന് പറഞ്ഞു. അത് അനീഷ് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അനുമോളാണ് കിടന്നിട്ട് വിരകുന്നത്, അനുമോളാണ് കിടന്ന് ക്യൂട്ട്നെസ് ഇട്ടിട്ടും അങ്ങനെയും സംസാരിക്കുന്നതും എന്നാൽ വിശദീകരിക്കുന്നതും അതെല്ലാം അനുമോളാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി എല്ലാവരോടും പറഞ്ഞിട്ട് അതിൽ അനീഷിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അനുമോൾ അനീഷിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അനീഷ് ഒഴിഞ്ഞു മാറിയിരുന്നു. അത് അനീഷിൻ്റെ തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊന്ന് സീരിയസ് ആയിട്ടൊന്ന് കേൾക്കാമായിരുന്നു എന്താണ് അനുമോളെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അനീഷിന് മനസ്സിലായെന്ന് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിരുന്നു. അനീഷ് ഒരാളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ആലോചിക്കാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടേ, പെൺകുട്ടികളല്ലേ, പെൺകുട്ടിയാകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അനീഷിനത് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിനുശേഷം അനീഷ് പിന്നെ കുറച്ചും കൂടി കൂളായി. അപ്പോൾ അതാണ് അനീഷ് വിട്ടു. അനീഷ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. പക്ഷേ അനുമോളാണെങ്കിൽ നെഗറ്റീവ് വരുമോ എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് മോശമായിട്ട് തോന്നി. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദില നൂറ പറയുന്നുണ്ട് അത് വിട് അനുമോൾ, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ വരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അനുമോൾ എന്തെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും അവിടെ എത്തും. പിന്നെ നെവിനോട് ഇന്നലെ രാത്രിയുള്ള സംഭവം നെവിനോട് സംസാരിച്ചു. നെവിൻ അത് അങ്ങനെ അതിനെ 1 2 ഇരട്ടിയാക്കിയിട്ട് നമ്മുടെ ഒരു കോമഡി ആക്കിയിട്ട് നമ്മുടെ ഷാനവാസിനോടും അനീഷിനോടും വന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് തിരിച്ചെന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അനീഷിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ അനുമോളുടെ വീട്ടിലേക്ക് ചോദിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് തൊട്ട് മുൻപ് ഷാനവാസും അനീഷും കൂടി സംസാരിച്ചത് അനീഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം, അവിടെ മീൻ പിടിക്കുന്ന കാര്യം, മീൻ കുളമുണ്ട്, മീൻ പിടിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ ആണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ അനുമോളുടെ കാര്യമേ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നലെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. രാവിലെ എണീച്ചിട്ട് 6 days to go എന്ന് എഴുതി അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആദിലയും നൂറയും കൂടി നമ്മൾ പിരിയുന്ന കാര്യം, അവരെ പിരിയുമെന്ന് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോഴേക്കും അനീഷ് അവിടെ എത്തിയിട്ട് അനീഷ് ചോദിച്ചു എന്താണ് സംസാരിക്കുന്നത് വെച്ചപ്പോൾ ഒന്നുമില്ല ചേട്ടാ, ഒന്നും ഞങ്ങൾ സംസാരിക്കുന്നില്ല, ഞങ്ങളിപ്പോൾ ഇനി 6 ദിവസമല്ലേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി. അപ്പോൾ അനീഷിനെ കുറിച്ച് പറയുകയാണ്, എത്ര പാവം മനുഷ്യനല്ലേ, എങ്ങനെ വന്ന ആളാണ്, എത്ര പാവം മനുഷ്യനല്ലേ, ജെനുവിനായ ആളാണല്ലേ, ഇതുപോലെയുള്ളൊരു പാർട്ട്ണറെ കിട്ടാനൊക്കെ ഭാഗ്യം ചെയ്യണമല്ലേ, സത്യസന്ധനായ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാത്തതിൽ കൂടുതൽ അറിയുമായിരിക്കും അവിടെ, കാരണം നമ്മൾ 24/7 കാണുന്നില്ല, ഏതെങ്കിലും ദിവസമേ കാണുന്നുള്ളൂ.
പിന്നെ ബാക്കിയൊക്കെ എപ്പിസോഡേ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ അതിനകത്ത് 24 മണിക്കൂറും ഈ 100 ദിവസം കണ്ടതല്ലേ, 90 ദിവസം കണ്ടതുകൊണ്ട് ഇവർക്ക് തോന്നുന്നതായിരിക്കും അനീഷ് നല്ലൊരു മനുഷ്യനെന്ന് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അനീഷ് ഇപ്പോഴത്തേക്ക് ഗെയിമാണ്. എനിക്ക് എന്താ അനീഷിന് 100% സത്യസന്ധനാണെന്ന് തോന്നാത്ത വെച്ചാൽ അനീഷ് പഠിച്ചിട്ട് വന്നതല്ലേ, ഗെയിം പഠിച്ചിട്ട് വന്നതുകൊണ്ട് നമുക്കിത് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അനീഷ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡൈവേഴ്സ് ആയത് അതൊക്കെ അതിൻ്റെ പേഴ്സണൽ വിഷയം. അത് രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഡൈവേഴ്സായി പിരിഞ്ഞതായിരിക്കും. അതിൻ്റെ പേരിലുള്ള കേസുകളിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പുറത്തു വരുന്നുണ്ട്. അത് സത്യമായ കാര്യങ്ങളല്ല. കാരണം ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് എന്തായാലും ആ പെൺകുട്ടി അനീഷിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ലേ കേസ് കൊടുക്കുള്ളൂ. അപ്പോൾ പലതും പറഞ്ഞ് കേസ് കൊടുത്തു. അതിനുശേഷം അത് സെറ്റിൽമെൻറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും ഈ മറ്റുള്ള ഫാൻസുകാർ പുറത്ത് കൊണ്ടുവരുന്നില്ല. അനീഷിനെതിരെയുള്ള കേസ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സെറ്റിൽമെൻറ്റ് ചെയ്തത് എന്തൊക്കെയായാലും അത് പുറത്ത് വരുന്നു. അത് പുറത്ത് വന്നിട്ടുണ്ട്. അതാകെ കൊണ്ടുവന്ന സീക്രട്ട് ഏജൻറ്റ് മാത്രം സായി കൃഷ്ണ. അതിൽ മാത്രം എനിക്ക് സായിയോട് ഒരു ബഹുമാനം തോന്നി. കാരണം കുറ്റം മാത്രം പറയാതെ സായി കൃഷ്ണ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞിട്ട് സായി കൃഷ്ണ അത് പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നേ. പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. അങ്ങനെയൊക്കെ നന്നായിട്ട് നല്ല രീതിക്ക് സംസാരിച്ച് പോകുമായിരുന്നു ആദിലയും നൂറയും. എന്തായാലും ആദില നൂറിനെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനും കാണാനും. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവരുടെ പെരുമാറ്റങ്ങൾ കാണാനാണ് നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. നെഗറ്റീവ് വന്നത് മാത്രം, അല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. കുറച്ച് നെഗറ്റീവ് മറ്റുള്ളവർ വെച്ച് നെഗറ്റീവ് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് ഇവിടുന്ന് പോകാൻ ഇന്നലെ ടിക്കറ്റ് ഫിനാലെ വീക്കിലേക്കാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ നൂറയ്ക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് നൂറ സംസാരിക്കുന്നുണ്ട്, എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഒരു കാര്യം മനസ്സിലാക്കണം, നൂറ ടിക്കറ്റ് ഫിനാലേക്ക് കയറിയത് കൊണ്ടാണ് ആദില ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആദിലയ്ക്ക് വോട്ട് കിട്ടില്ല. കാരണം ഈ ആദില നൂറയുടെ വോട്ട് ഒരിക്കലും സ്പ്ലിറ്റ് ആവും. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അത് ഉറപ്പാണ്. അപ്പോൾ സാബുമാൻ പുറത്തായിട്ടുണ്ടാവില്ല, ആദില പുറത്തായിട്ടുണ്ടാകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് നൂറ മനസ്സിലാക്കാതെ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഒരാഴ്ചയ്ക്കോ ഞാൻ നിന്നാലും പുറത്താവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നൂറ പുറത്താവില്ലായിരിക്കും. അതിൽ കൺഫേമായി. ഇപ്പോൾ സാബുമാൻ്റെ പകരം അതിലെ പുറത്ത് പോയിട്ടുണ്ടാവും രണ്ടുപേരും എവിക്ഷനിലുണ്ടെങ്കിൽ. കാരണം ഇവർ രണ്ടുപേർക്കും ഒരേ വ്യക്തികളായിരിക്കും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വോട്ട് ആദിലേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കുറച്ചെങ്കിലും കൂടുതൽ വോട്ടും നൂറയ്ക്ക് കിട്ടുമ്പോൾ സാബുമാന് വോട്ട് കിട്ടും. അപ്പോൾ അതിലെന്തായാലും പുറത്ത് പോയിട്ട് അത് നൂറയൊന്നും മനസ്സിലാക്കണമായിരുന്നു. അത് മനസ്സിലാക്കാതെ ബിഗ് ബോസിന് തെറിയും പറഞ്ഞുകൊണ്ട് ഇന്നലെ കുറച്ച് നേരം കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം.